ഹായ് ഫ്രണ്ട്സ്, ഷെഫീസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. വളരെ ടേസ്റ്റിയും അതുപോലെ ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പി കേട്ടോ. ഓവറായിട്ട് മാവൊന്നും കോട്ടിയിട്ട് നിൽക്കാത്ത രീതിയിലുള്ളൊരു പഴംപൊരിയുടെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ആദ്യം നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1.25 കപ്പ് മൈദയാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. നമുക്ക് മാവൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്തിട്ട് നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം മാവ് തയ്യാറാക്കിയെടുക്കാൻ. നമ്മൾ മാവ് തിക്കായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ പഴത്തിൽ ഒരുപാട് കോട്ട് ചെയ്ത് നിൽക്കും. അപ്പോൾ നമ്മൾ ക്രിസ്പി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മാവ് കുറച്ചിട്ട് വേണം ചെയ്യാൻ. അതുകൊണ്ട് കുറച്ച് ലൂസായിട്ടുള്ള രീതിയിലാണ് മാവ് കുഴച്ചെടുക്കേണ്ടത്. മാവ് ഇവിടെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് യെല്ലോ ഫുഡ് കളർ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ മഞ്ഞൾ ചേർത്താൽ മതി കേട്ടോ. ഞാൻ വീഡിയോയുടെ ഭംഗിക്ക് ഫോട്ടോയുടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ടൊന്ന് പൊന്തി വരാനായിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ ടൈമിൽ നമുക്ക് പഴം കട്ട് ചെയ്തെടുക്കാം. നമ്മളിവിടെ ഒരു 4 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതിനുള്ള മാവാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ ഒരുപാട് മാവിൽ മുക്കിയെടുക്കുന്നില്ല, ജസ്റ്റ് ചെറുതായിട്ടൊരു രീതിയിലാണ് മാവ് മുക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്ര മാവ് മതിയാകും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഒരു പഴം 3ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കട്ടിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് പഴം നല്ല രീതിയിൽ കടിക്കാൻ കിട്ടും. നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്താൽ നമുക്ക് പഴം ഒരുപാടുണ്ടാവില്ല, മാവ് കൂടിപ്പോവുകയും ചെയ്യും. അപ്പോൾ നമുക്കിത് ഈ രീതിയിൽ ചെയ്ത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴംപൊരി നമുക്ക് തയ്യാറാക്കാവുന്നതാണ്. പഴം മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഇവിടെ നല്ല രീതിയിലൊന്ന് ചൂടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മാവിൽ മുക്കിയിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മാവ് ചെറിയൊരു ലൂസിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഓവറായിട്ട് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടിയിലാവും മാവ് കവർ ചെയ്തെടുക്കുക. നമുക്ക് ചെറുതായിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി പായത്തിൽ, എന്നാലേ ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓവറായിട്ട് മാവില്ലാതെ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇനി മുഴുവനായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റും അതുപോലെ ക്രിസ്പി ആയിട്ടുള്ള പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് കട്ടൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റിയും അതുപോലെ കട്ടന് മഴയുണ്ടെങ്കിൽ പറയേ വേണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.